നാം മഹത്വപ്പെട്ടെ. നമുക്കറിയാമല്ലോ കർത്താവായ യേശു ക്രിസ്തു ചെയ്തതും പറഞ്ഞതുമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുത്ത് യോഹന്നാൻ സുവിശേഷം എഴുതുകയും അങ്ങനെ ഏറെക്കുറെ അദ്ദേഹം ചെയ്ത അത്ഭുതങ്ങളെല്ലാം ഏറ്റവും അവസാനത്തെ അത്ഭുതമായിട്ട് 11-ാം അധ്യായത്തിൽ ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുന്ന അത്ഭുതം നമ്മൾ തുടർന്ന് കാണുന്നുണ്ട്. അപ്പോൾ എന്നാൽ കൂടുതൽ കർത്താവ് തൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചും താൻ ആരാണെന്നുള്ളതിനെക്കുറിച്ചും വെളിപ്പെടുത്തുന്ന ഭാഗങ്ങളാണ് യോഹന്നാൻ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നും അതിനോടനുബന്ധിച്ചാണ് നമ്മൾ 8-ാം അധ്യായം 9-ാം അധ്യായം എന്നീ ഭാഗങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കാനായിട്ട് ഇടയായി തീർന്നതെന്നും നമുക്കറിയാം. ഈ 10-ാം അധ്യായം ഇവിടെ ചില കാര്യങ്ങൾ യോഹന്നാൻ്റെ ഇവിടെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഈ പെറിയ എന്ന് പറയുന്ന അല്ലെങ്കിൽ യേശുവും യോഹന്നാനും ഒക്കെ നേരത്തെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് വന്നിട്ടാണ് കർത്താവ് ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നതെന്നും 22-ാം വാക്യം തുടങ്ങുമ്പോൾ കർത്താവ് യെരുശലേമിലാണ്. അവിടുന്ന് ആ വിൽഡർനെസ്സിലേക്ക് വന്ന് അവിടെ തുടർന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് 40-42 വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കാനായിട്ട് ഇടയായിത്തീരുന്നു. യോർദാൻ അക്കരെ യോഹന്നാൻ ആദിയിൽ സ്നാനം കഴിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് പിന്നെയും ചെന്ന് അവിടെ പാർത്തു എന്ന് നമ്മൾ വായിക്കുക. എന്നാൽ ഇതിനിടയിൽ മറ്റ് സുവിശേഷകന്മാർ രേഖപ്പെടുത്തുന്ന ഒത്തിരി കാര്യങ്ങൾ, ലൂക്കോസിൻ്റെ സുവിശേഷം അതിന് പാരലായിട്ട് 13-ാം അധ്യായം മുതൽ ഉള്ള കാര്യങ്ങളൊക്കെ അതിന് ശേഷമാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് ഈ സംഭവത്തിനും ലാസറിനെ ഉയർപ്പിക്കുന്നതിനും ഇടയിൽ 13, 14, 15, 16 അധ്യായങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞ പ്രധാനപ്പെട്ട ഉപമകൾ, മറ്റു പല കാര്യങ്ങളും നമുക്ക് ഈ ഭാഗങ്ങളിലൊക്കെ കാണാൻ കഴിയും. അതൊന്നും യോഹന്നാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതിനുശേഷം നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങളിലും മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം മുതൽ പറയപ്പെട്ടിരിക്കുന്ന ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉപമകളും കാര്യങ്ങളും എല്ലാം അതിനും കുറച്ചും കൂടെ ലാസറിനെ ഉയർപ്പിച്ചതിന് ശേഷമുള്ള ചില ദിവസങ്ങൾ കൊണ്ടാണ് കർത്താവ് അത് പറഞ്ഞു തീർത്തത് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായവും മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായവും തൊട്ട് ഒരേപോലെ പറയുന്ന പല സംഭവങ്ങൾ നമുക്കവിടെ കാണാനായിട്ട് കഴിയും. അത് ജസ്റ്റ് നമ്മുടെ ഒരു ടൈം ലൈനിനെ കുറിച്ചുള്ള ഒരു അവയർനെസ്സിന് വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് ദൈവദാസൻ ഓൾറെഡി ചില കാര്യങ്ങൾ നമ്മളോട് പ്രസ്താവിച്ച് കഴിഞ്ഞു. അവിടെ പറയുന്നത് യെരുശലേമിൽ പ്രതിഷ്ഠോത്സവം ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഈ 10-ാം അധ്യായത്തിന് തന്നെ ആദ്യ ഭാഗത്ത് ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന ഇടയനെക്കുറിച്ചും, എന്നാൽ ആ ആടുകളുടെ ശബ്ദം തിരിച്ചറിയുന്ന ആടിനെക്കുറിച്ചും, അതുപോലെ ആടുകളുടെ വാതിലായിട്ട് തീരുന്ന ഇടയനെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളവിടെ കാണാനായിട്ട് കഴിഞ്ഞത്. പ്രധാനമായിട്ട് നമ്മൾ കണ്ടത് ശബ്ദം തിരിച്ചറിയുന്നതായിട്ടുള്ള ആടുകൾ, അത് അന്യനെ അനുഗമിക്കാതെ കർത്താവിനെ തന്നെ അനുഗമിക്കും എന്ന് അവിടെ പറയുന്നതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അങ്ങനെ ആ ഭാഗങ്ങൾ നമ്മൾ കണ്ടതിന് ശേഷമാണ് യെരുശലേമിൽ പ്രതിഷ്ഠോത്സവം ആചരിച്ചു എന്ന് നമ്മൾ വായിക്കും. ദൈവദാസൻ അത് പറഞ്ഞല്ലോ, നമ്മൾ പ്രവാസത്തിൽ നിന്ന് ഇസ്രായേൽ മക്കൾ തിരിച്ചു വന്നതിന് ശേഷം സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ ആലയം പണിയുകയും അതുപോലെ തന്നെ നെഹമ്യാവ് വന്ന് മതിലിൻ്റെ പണി തീർക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ ആ പ്രവചന ഭാഗങ്ങളിലും എസ്രായുടെയും നെഹമ്യാവിൻ്റെ പുസ്തകങ്ങളിലും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ഇത് കഴിഞ്ഞിട്ട് അവർ ഒരു ആലയം പണിയുകയും അത് ആലയത്തിൽ കാര്യങ്ങളൊക്കെ ക്രമമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമുക്കറിയാം അലക്സാണ്ടർ ഉണ്ടായിരുന്നു. അലക്സാണ്ടറിൻ്റെ 4 ജനറൽമാർക്ക് ഈ രാജ്യം വെച്ച് കൊടുത്തിട്ട് ആണ് അദ്ദേഹം മരിക്കുന്നത്. അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം 4 ജനറൽമാരാണ് അലക്സാണ്ടറിൻ്റെ സാമ്രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരുന്നത്. അതിലൊരാൾ ഒരു വ്യക്തിയുടെ താഴോട്ടുള്ള വഴിയിൽ അന്ത്യോക്യസ് എപ്പിഫാനസ് എന്ന് പറയുന്ന വ്യക്തി യെരുശലേമിൽ കടന്നു വരികയും അത് വളരെ ക്രൂരമായ നിലയിൽ അവരെ ഭരിക്കുകയും അവസാനം യെരുശലേം ദേവാലയത്തിൽ അവിടെയുള്ള ഇതിനെയെല്ലാം എടുത്തു മാറ്റിയതിന് ശേഷം പ്രത്യേക ചില നിയമങ്ങൾ, പരിച്ഛേദന ഏൽക്കാൻ പാടില്ല, അതുപോലെ മറ്റു പല നിയമങ്ങളും അടിച്ചേൽപ്പിക്കുകയും യഹൂദന്മാരുടെ മര്യാദ അനുസരിച്ചുള്ള യാതൊരു കാര്യങ്ങളും ഇനി ഇവിടെ ചെയ്തേക്കരുതെന്ന് പറയുകയും സിയൂസ് ദേവൻ്റെ പ്രതിമ അവിടെ കൊണ്ട് സ്ഥാപിക്കുകയും അവിടെ പന്നിയെ യാഗം കഴിച്ച് അങ്ങനെ നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നത് പോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ
നിങ്ങൾ പോയിക്കൊള്ളട്ടെ എന്ന് മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നതിന് ഏകദേശം അതുപോലെ തന്നെയുള്ള ഒരു സംഭവം ലിറ്ററലായിട്ട് അവിടെ നടന്നതായിട്ടും, അങ്ങനെ യെരുശലേം ദേവാലയം അവർ ആ നിലയിൽ പ്രൊഫൈൻ ചെയ്തു കളഞ്ഞു, അതിനെ തീണ്ടിച്ചു കളഞ്ഞു, അല്ലെങ്കിൽ അതിനെ അശുദ്ധമാക്കി കളഞ്ഞു എന്നുള്ളൊരു കാര്യം നമുക്ക് വായിക്കാനായിട്ട് കഴിയും. അപ്പോഴാണ് നമ്മൾ ഈ മക്കബായരുടെ പുസ്തകം, നമുക്ക് ചില കത്തോലിക്ക ബൈബിളിലൊക്കെ നമുക്കത് കാണാൻ കഴിയും. മക്കബായരുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ആ സമയത്ത് നടക്കുന്ന റിവോൾട്ടും അങ്ങനെ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എഫർട്ട് ചെറുത്തുനിൽപ്പിലൂടെ അവർ 165 BC അവരെ തോൽപ്പിക്കുന്നതായിട്ടും പിന്നെയും യെരുശലേമിലെ ദേവാലയം ശുദ്ധീകരിച്ച് അവിടെ യാഗങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്യാൻ തുടങ്ങിയതായിട്ടും വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓർമ്മയാണ് പ്രതിഷ്ഠോത്സവം എന്നതുകൊണ്ട് അവർ ആചരിച്ചു വന്നിരുന്നത്. ഏറ്റവും അവസാനം അവർ ഒരു ദൈവത്തിൻ്റെ വലിയ കരം കണ്ട ഒരു അനുഭവമായിരുന്നു ആ സാഹചര്യം എന്ന് നമുക്ക് ചരിത്രത്തിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയും. അതിനുശേഷം റോമാ സാമ്രാജ്യം ശക്തി പ്രാപിക്കുകയും ഇന്ന് അവർ റോമാ സാമ്രാജ്യത്തിൻ്റെ അണ്ടറിൽ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അതും അവർക്ക് വളരെ സഹിക്കാൻ വയ്യാത്ത ചില സാഹചര്യങ്ങൾ തന്നെയായിരുന്നു. എങ്ങനെയും സ്വാതന്ത്ര്യം നേടണം, മശിഹ വരുമ്പോൾ നമുക്കിതിൽ നിന്നെല്ലാം സ്വാതന്ത്ര്യം ലഭിക്കും എന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടെ നോക്കിയിരിക്കുന്ന ഒരു അനുഭവമാണ് അന്നുണ്ടായിരുന്നതെന്നും, പ്രത്യേകിച്ച് പ്രതിഷ്ഠോത്സവം ആചരിക്കുന്ന ഈ സമയത്ത് ആ മക്കബായരുടെ അല്ലെങ്കിൽ ആ 165 BC നടന്ന ആ സംഭവങ്ങളൊക്കെ അവരുടെ മനസ്സിലേക്ക് കടന്നു വരികയും ഇന്നും നമ്മൾ ഇതുപോലൊരു അടിമത്വത്തിലായിരിക്കുന്നു, ഇതിൽ നിന്ന് നമുക്ക് മോചനമില്ലേ എന്ന് ഹാർഡായിട്ട് ചിന്തിക്കുന്ന ഒരു സമയത്താണ് കർത്താവായ യേശുക്രിസ്തു തൻ്റെ അവകാശവാദങ്ങളുമായിട്ട് വെറും പൊള്ളയായ അവകാശവാദങ്ങളല്ല, ശരിയായിട്ടുള്ള തൻ്റെ വെളിപ്പെടുത്തലുകളുമായിട്ട് കർത്താവ് അവിടെ കടന്നു വരുന്നതെന്നും, അവർ ഈ ഡെലിവറൻസിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഈ യഹൂദന്മാർ കർത്താവ് ശലോമോൻ്റെ മണ്ഡപത്തിൽ, ഈ ശലോമോൻ്റെ മണ്ഡപത്തിന് ശലോമോനുമായിട്ടൊരു ബന്ധവുമില്ലെന്നാണ് പറയുന്നത്. അത് നമ്മൾ വായിച്ചു നോക്കുമ്പം, കാരണം അതങ്ങനെ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഒരു റൂഫ്ഡ് സ്ട്രക്ചറായിരുന്നു. കർത്താവും അപ്പോസ്തലന്മാരും ഒക്കെ ആ ഭാഗത്ത് വന്നതായിട്ട് അപ്പോസ്തല പ്രവർത്തികളിലും സുവിശേഷങ്ങളിലും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ശലോമോൻ്റെ മണ്ഡപത്തിൽ കർത്താവ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവനെ വളഞ്ഞ്, നീ എത്രത്തോളം ഞങ്ങളെ ആശിപ്പിക്കുന്നു, ക്രിസ്തു എങ്കിലും സ്പഷ്ടമായി പറക എന്ന് അവനോട് പറഞ്ഞു. നമുക്കറിയാമല്ലോ, നമുക്ക് അധ്യായങ്ങൾ 1-ാം അധ്യായം തൊട്ട് യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോഴും കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയതിന് ശേഷം കർത്താവ് അവിടെ ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത്, അവിടെ അവരോട് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു എന്നാണ് വായിക്കുന്നത്. തുടർന്നുള്ള ഓരോ അത്ഭുതങ്ങളോടുള്ള ബന്ധത്തിലും നമുക്ക് കാണാം. 3-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ നിക്കോദിമോസിനോടും, അതുപോലെ 4-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ ശമര്യക്കാരി സ്ത്രീയോട് വ്യക്തമായിട്ട് ഞാനാകുന്നു ക്രിസ്തു എന്ന് സംസാരിക്കുന്നു. 5-ാം അധ്യായത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ 38 വർഷം രോഗി കിടന്ന ആ മനുഷ്യനെ സൗഖ്യമാക്കിയ ശേഷം കർത്താവ് തനിക്കും പിതാവിനും പൊതുവെയുള്ള സാമ്യതകളെക്കുറിച്ചും പിതാവ് ചെയ്യുന്നതെല്ലാം പുത്രനും ചെയ്യുന്നു എന്നുള്ള യാഥാർത്ഥ്യം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും, എന്ന് മാത്രമല്ല കർത്താവിനെ പിതാവായ ദൈവം യോഹന്നാനേക്കാളും വലിയൊരു സാക്ഷ്യം എനിക്കുണ്ട്, അത് പിതാവ് തന്നെ എന്നെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇതിൻ്റെ 36-ാം വാക്യത്തിൽ പിതാവ് എനിക്ക് അനുഷ്ഠിക്കാൻ തന്നിരിക്കുന്ന പ്രവർത്തികൾ തന്നെയാണ് എനിക്ക് സാക്ഷ്യം പറയുന്നത് എന്നും അവിടെയും നമ്മൾ തിരുവെഴുത്ത്, മോശെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ വായിക്കുന്നുണ്ട്. അതിൻ്റെ 46-ാം വാക്യം വളരെ ചിന്തനീയമാണ്. മോശയെ തന്നെ നിങ്ങളെ കുറ്റം ചുമത്തുന്നതിനുണ്ട്, നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്ന മോശയെ തന്നെ, നിങ്ങൾ മോശയെ വിശ്വസിച്ചു എങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു, അവൻ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്നാൽ നിങ്ങൾ അവൻ്റെ എഴുത്ത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ എൻ്റെ വാക്ക് എങ്ങനെ വിശ്വസിക്കും? നമുക്കറിയാം, മോശെ വളരെ വ്യക്തമായിട്ട് വാഗ്ദത്തം ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, എൻ്റെ ശേഷം എന്നേക്കാൾ ശ്രേഷ്ഠനായ ഒരു പ്രവാചകനെ നിങ്ങളുടെ ഇടയിൽ അയക്കും, അവൻ്റെ വാക്ക് കേൾക്കാത്തവനെല്ലാം ജനത്തിൻ്റെ ഇടയിൽ ഛേദിക്കപ്പെടും എന്ന് പറയുന്നതായിട്ടുള്ള കാര്യവും, ആ പ്രവാചകനാണ് താനെന്ന് വളരെ വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാകത്തക്കവണ്ണം അവരോട് പറഞ്ഞെങ്കിലും
ഇതൊക്കെ സായിപ്പിനെ കണ്ടപ്പം കവാത്തു മറന്നു എന്ന് പറഞ്ഞ പോലെ ഈ കാര്യങ്ങളൊന്നും ഓർക്കാൻ കഴിയാത്ത ഒരു നിലയിൽ അവരായിത്തീരുന്ന ഒരു അത്ഭുതകരമായ കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. ഇതുപോലെ തന്നെ ശിഷ്യന്മാരെ നമുക്ക് കാണാം. കർത്താവ് ഉയർത്തെഴുന്നതിന് ശേഷം കർത്താവ് തൻ്റെ ഉയിർപ്പിനെ പറ്റി പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങളൊക്കെ അവരെ ഓർപ്പിച്ചെങ്കിലും ഇതൊന്നും അവർക്ക് ഓർമ്മ വരുന്നില്ല. ഒരു ആത്മീയ പോരാട്ടത്തിൻ്റെ വലിയൊരു ലക്ഷണമാണ് ഇത്. കാരണം ഈ ആത്മീയ പോരാട്ടത്തിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് കർത്താവ് അവരെ വിശ്വസിക്കാനായിട്ട് അവരെ സഹായിക്കുക, അവരോട് സംസാരിക്കുക, അവർ ഹൃദയത്തോട് ഇടപെടുകയും ചെയ്യുമ്പോൾ തന്നെ അതിന് ആഗ്രഹമില്ലാതിരിക്കുകയും ഇരുട്ടിൻ്റെ ശക്തിക്ക്, പൈശാചിക ശക്തികൾക്ക് തങ്ങളുടെ ഹൃദയം ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത വ്യക്തികൾക്ക് അതുപോലെ തന്നെ ഒരു ഇരുട്ടിൻ്റെ വ്യാപാരവും അവരുടെ ഹൃദയത്തിലുണ്ടാകും. പലപ്പോഴും അവർക്ക് വളരെ അറിയാവുന്ന, വളരെ നാക്കിൻ്റെ തുമ്പത്തുള്ള, മനസ്സിലെപ്പോഴും ചിന്തിച്ചോട് നടന്നിരിക്കുന്ന കാര്യങ്ങൾ തന്നെ അവർക്ക് മറന്നു പോകാനും അവർക്കൊരു സ്വപ്നം കാണുന്ന പോലൊക്കെ ആയിത്തീരുന്ന ചില സാഹചര്യങ്ങളുണ്ട് എന്ന് നമുക്ക് നമ്മുടെ അനുഭവത്തിൽ നിന്നും ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അവർക്ക് ഈ വാഗ്ദത്തങ്ങളൊന്നും അറിയാഞ്ഞിട്ടല്ല, വചനം അറിയാഞ്ഞിട്ടല്ല, ഈ കാര്യങ്ങളൊന്നും അറിയാഞ്ഞിട്ടല്ല. മോശ എന്നെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ മോശയുടെ തിരുവെഴുത്ത് വിശ്വസിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെയും വിശ്വസിക്കുന്നില്ല. നമുക്കറിയാം, തുടർന്ന് ഓരോരോ ഭാഗങ്ങളിലും നമ്മൾ കാണുന്നുണ്ട് കർത്താവ് തന്നെ പറ്റി തന്നെ പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇതിന് മുന്നത്തെ അധ്യായത്തിൽ വായിച്ച അബ്രഹാമിന് മുന്നേ ഞാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കല്ലെടുത്തു. അതുപോലെ തന്നെ കർത്താവ് നിങ്ങൾക്ക് എന്തുകൊണ്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല, നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കളാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾ പിശാചിൻ്റെ അധീനതയിലും ആ ഇരുട്ടിൻ്റെ അധികാരത്തിലുമാണ് നിങ്ങൾ ഇരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. യഥാർത്ഥത്തിൽ സത്യത്തിന് വേണ്ടിയുള്ള ഒരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലില്ല. കേവലം ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു വിടുതലിന് വേണ്ടിയും ഭൗതികമായിട്ടുള്ള നിലയിലുള്ള ബ്ലെസ്സിങ്സിന് വേണ്ടിയും ഒക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ ആഗ്രഹമുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും യേശു ആത്യന്തികമായിട്ട് പറഞ്ഞത് എന്താണ് എന്നൊരിക്കലും മനസ്സിലാവത്തില്ല. അതാണ് സത്യം. ഭൗതിക വിഷയങ്ങളിലും ഈ ലോകത്തിലെ കാര്യങ്ങളിലും മാത്രം യേശുവിനെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ആത്യന്തികമായിട്ട് യേശു എന്തിനാണ് വന്നതെന്നും യേശുവിനെ കൊണ്ടുള്ള യഥാർത്ഥ പ്രയോജനം അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഉണ്ടാവത്തില്ല എന്ന് തന്നെയാണ് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിട്ടുള്ള കാര്യം. നമുക്കറിയാമല്ലോ, ഇതൊക്കെ പറയുമ്പോൾ കർത്താവ് അനേക നിലകളിൽ ഇവിടെ ഡയറക്റ്റ് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. ഈ 9-ാം അധ്യായം വായിക്കുമ്പോൾ 35-ഉം 36-ഉം വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു. ഞാൻ തന്നെ എന്ന് അവിടെ പറയുന്നത് 9:35 അത് നോക്കട്ടെ. അല്ല, അവനെ പുറത്താക്കി എന്ന് കേട്ടപ്പോൾ ദൈവപുത്രൻ നീ വിശ്വസിക്കുന്നുവോ? അതിന് യജമാനനെ അവൻ ആരെന്ന് ചോദിച്ചു. ഞാൻ അവനിൽ വിശ്വസിക്കാം എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ അവനെ കണ്ടിട്ടുണ്ട്, നിന്നോട് സംസാരിക്കുന്ന അവൻ തന്നെ. വളരെ വ്യക്തമായിട്ട് കർത്താവ് അവിടെ താൻ ദൈവപുത്രനാണെന്ന് വെളിപ്പെടുത്തുകയാണ്, മശിയാണെന്ന് വെളിപ്പെടുത്തുകയാണ്. അതുപോലെ 8-ാം അധ്യായം നമ്മൾ ചിന്തിച്ചപ്പോഴാണല്ലോ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാനായിട്ട് ഇടയായിത്തീർന്നത്. അവർക്ക് മനസ്സിലാകാനായിട്ട് മനസ്സുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വചനത്തെ കീറിമുറിച്ച് പഠിക്കുന്ന അവർക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ മനസ്സുണ്ടെങ്കിൽ നിശ്ചയമായും അവനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കത്തക്കവണ്ണം, മശിഹയായിട്ട് സ്വീകരിക്കത്തക്കവണ്ണം അവരുടെ ജീവിതത്തിലെ പാപങ്ങളാണ് അതിന് പ്രശ്നമെന്നും പാപപരിഹാരമാണ് കർത്താവ് ആദ്യം ഒരു മനുഷ്യനിൽ നിന്ന് ആഗ്രഹിക്കുന്നെന്നുള്ളതും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇന്ന് കുറേ പേര് പറയുന്ന പോലെ ഒരു പൊളിറ്റിക്കൽ ഫ്രീഡത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവരോ ഒന്നുമല്ല. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ, ആകയാൽ സ്വർഗത്തിലും ഭൂമിയിലും എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് നിങ്ങൾ സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞതിന് സമാനമായിട്ടുള്ള ഒരു വാക്യം ലൂക്കോസിൻ്റെ സുവിശേഷത്തിലുമുണ്ട്. വളരെ നമുക്ക് അത് ഒരു ചിന്തനീയമായിട്ടുള്ളൊരു വാക്യമാണ്. കാരണം ലൂക്കോസിൻ്റെ സുവിശേഷം അവസാന അധ്യായം അതിന് 48-ാം വാക്യമാണ് 46-ാം വാക്യമാണ് ഞാൻ ഇവിടെ വായിക്കുന്നത്. 46-ഉം 47-ഉം. ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയിർത്തെഴുന്നേൽക്കുകയും അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. എത്ര ക്ലാരിറ്റിയോടുകൂടാ. എന്താണ് നിങ്ങൾ പ്രസംഗിക്കേണ്ടത്? അപ്പോൾ ജാതികളുടെ അടുത്ത് പോയി നിങ്ങൾ പിന്നെ വേറെ വല്ലതുമാ പറയേണ്ടത്? നിങ്ങൾ ഓൾറെഡി എല്ലാം ശരിയായിട്ടുണ്ട്, നിങ്ങൾ ഓക്കെയാണ്, അതുകൊണ്ട് നിങ്ങളിനി കൂടുതലൊന്നും ചെയ്യേണ്ട, വിശ്വസിക്കേണ്ട എന്നല്ല പറഞ്ഞേക്കുന്നത്. നിങ്ങൾ പ്രസംഗിക്കേണ്ട സബ്ജക്റ്റ് എന്താ? അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും.
അപ്പം മാനസാന്തരവും പാപമോചനവുമാണ് ഈ ദൈവ മക്കളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെടേണ്ടത് എന്ന് വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. അത് എവിടം തൊട്ട് തുടങ്ങണം? യഹൂദന്മാർക്ക് വേറെ സുവിശേഷം, പിന്നെ ജാതികൾക്ക് വേറെ സുവിശേഷം എന്നല്ല പറഞ്ഞേക്കുന്നത്. അവിടെ പറഞ്ഞേക്കുന്നത് യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. യെരുശലേമിലാണ് ഈ പ്രസംഗം തുടങ്ങേണ്ടത്. യെരുശലേമിലും യഹൂദ്യയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങളെന്നെ സാക്ഷികളാകും എന്ന് പറഞ്ഞ് അതേ നിലയിൽ തന്നെ പ്രസംഗിക്കേണ്ട സബ്ജക്റ്റ് എന്താണെന്നും പ്രസംഗം എവിടെ തുടങ്ങണമെന്നും എവിടം വരെ പോകണം എന്നും വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതുപോലുള്ള വാക്യങ്ങൾക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. കാരണം വളരെ ക്ലാരിറ്റി അവിടെ നൽകപ്പെട്ടിട്ടുണ്ട്. അല്ലാതെ യെരുശലേമിൽ പറയേണ്ടത് യെരുശലേം ദേവാലയം നശിപ്പിക്കപ്പെടും എന്നുള്ളതും പുറമേ പോയി പറയുമ്പോൾ നിങ്ങളെല്ലാം ഓക്കെ എന്നും പറയണമെന്നും അല്ല പറഞ്ഞത്. നോക്കിയാട്ടെ, ഞാൻ കൂടുതൽ ആ ഭാഗത്ത് നിൽക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് ചില സെഷൻസ് നമുക്ക് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളും പ്രാർത്ഥിക്കുക. നോക്കിയാട്ടെ, അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന വിഷയം വളരെ വ്യക്തമായിട്ട് കർത്താവിനെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിക്ക് വ്യക്തമായി മനസ്സിലാകത്തക്കവണ്ണം അവരോട് പറഞ്ഞിട്ടുണ്ട്. ഉറക്കം നടിച്ചു കിടക്കുന്നവനെ ഉണർത്താൻ പറ്റത്തില്ല, ഉറങ്ങുന്നവനെ ഉണർത്താമെന്ന് പറഞ്ഞതുപോലെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിക്ക് കൃത്യമായി കർത്താവ് തൻ്റെ ദൈവത്വത്തെ ഒരു തവണയല്ല പല തവണ അത് വെളിപ്പെടുത്തിയിട്ട് ചില സാഹചര്യങ്ങളിൽ ഡയറക്റ്റായിട്ടും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതേ അധ്യായത്തിൽ തന്നെ കാണാം, വളരെ ഡയറക്റ്റായിട്ട് അവരോട് പറയുന്നത്. മാത്രമല്ല, ഇവർ ചോദിക്കുന്നത് കേട്ടാൽ തോന്നും ഇപ്പം വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ഉടനെ പല്ലക്കിലിരുത്തി തേരിൽ കയറ്റി അവരങ്ങ് കൊണ്ടുപോകും എന്നുള്ളൊരു നിലയിലാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമുക്കറിയാമല്ലോ, അവർ ആ പറയുന്നത് അങ്ങനെയൊന്നും ചെയ്യാനല്ല. വെളിപ്പെടുത്തുമ്പോൾ അവരുടെ പ്രതികരണം നമുക്ക് ഇതേ അധ്യായത്തിൽ തന്നെ 31 വാക്യത്തിൽ നമുക്ക് കാണാം. വെളിപ്പെടുത്തിയതിൻ്റെ ഗുണമെന്താ? വെളിപ്പെടുത്തിയതിൻ്റെ ഗുണം അവർ എറിയാൻ കല്ലെടുത്തു എന്നാ വായിക്കുന്നത്. അപ്പൊ നീ ഒന്ന് വെളിപ്പെടുത്ത്, ഞങ്ങൾ അങ്ങ് അംഗീകരിച്ചേക്കാം. നീ ഒരു വാക്ക് പറയാത്തത് കൊണ്ടാണ് കർത്താവേ ഞങ്ങൾക്ക് ഇതൊന്നും അംഗീകരിക്കാൻ പറ്റാതെ പോയത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നീ ഒന്ന് അംഗീകരിക്ക് എന്നല്ല പറയുന്നത്, അല്ല നീ ഒന്ന് വെളിപ്പെടുത്തെന്നല്ല പറയുന്നത്. വെളിപ്പെടുത്തി കഴിയുമ്പോൾ അനുഭവം എന്താ? എറിയാൻ കല്ലെടുത്തു. എന്തിനാ നിങ്ങൾ എന്നെ, ഏത് പ്രവൃത്തി നിമിത്തമാണ് നിങ്ങൾ എന്നെ എറിയാൻ കല്ലെടുക്കുന്നത്? ഒരു പ്രവൃത്തി നിമിത്തവുമല്ല, മറിച്ച് നീ മനുഷ്യനായിരിക്കെ ദൈവമാക്കി നിന്നെ തീർക്കുന്നത് കൊണ്ടും ദൈവപുത്രൻ എന്ന് പറയുന്നത് കൊണ്ടും ദൈവത്തിന് സമമാക്കുന്നത് കൊണ്ടും ആണ് ഞങ്ങളിത് പറയുന്നത്. ഒത്തിരി പേര് ചോദിക്കുന്നത്, കർത്താവ് എവിടെങ്കിലും തൻ്റെ ദൈവത്വത്തെ പറ്റി ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ടോ? അത് മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലായി, കേട്ടിട്ട് വിവരമുള്ളവർക്ക് അത് മനസ്സിലായി. വിവരമില്ലാത്തവർക്ക് ഒരിക്കലും അത് മനസ്സിലാവത്തില്ല. യേശു ദൈവത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അവർക്കത് മനസ്സിലായിട്ടും മനസ്സിലാകാത്തതുപോലെ അഭിനയിക്കുന്നത് പോലെ ഇന്നും ഒത്തിരി പേര് അത് ചോദിച്ചുകൊണ്ട് വന്ന് കമൻ്റ് ഇടാനും ഒക്കെ ഇവിടെ വന്ന് മുതിരുന്നത് എന്നുള്ള ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, കേട്ടവർക്ക് മനസ്സിലായി ദൈവത്തിന് തുല്യനാക്കുകയാണ് കർത്താവ് താൻ ദൈവപുത്രനാണെന്നും മശീഹയാണെന്നും പറഞ്ഞതിലൂടെ കർത്താവ് ചെയ്തത്. നിങ്ങൾ എന്നെ ഏത് നല്ല പ്രവൃത്തി നിമിത്തം നിങ്ങൾ ചെയ്യുന്നു, കല്ലെറിയാൻ ആഗ്രഹിക്കുന്നു, നീ ദൈവത്തിന് സമമാക്കിയത് കൊണ്ട് ഞങ്ങൾ നിന്നെ കല്ലെറിയാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുക. നമുക്കറിയാമല്ലോ, ആത്യന്തികമായിട്ടുള്ളൊരു ചോദ്യം മത്തായിയുടെ സുവിശേഷം 26 അധ്യായം 63, 65 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നു. മഹാപുരോഹിതൻ കർത്താവിനോട് ചോദിക്കുക, നീ സാക്ഷാൽ യഥാർത്ഥത്തിൽ ദൈവപുത്രനാണോ? ഞങ്ങളോട് പറക എന്ന് പറയുമ്പോൾ, അതെ നീ പറഞ്ഞതുപോലെ ഞാൻ ആകുന്നു എന്ന് പറയുകയും കർത്താവോട് പ്രതിവചിക്കുകയും ചെയ്യുന്ന വാക്യങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ ഉണ്ടായ റിയാക്ഷൻ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കി. 26 അധ്യായം അതിൻ്റെ 63 വാക്യം വായിക്കുന്നു. മഹാപുരോഹിതൻ പിന്നെയും അവനോട്, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ? പറക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ ആകുന്നു. ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതും ആകാശ മേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ മഹാപുരോഹിതൻ വസ്ത്രം കീറി ഇത് ദൈവദൂഷണം പറഞ്ഞു. ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്ത് ആവശ്യം എന്ന് പറഞ്ഞു. അപ്പം കർത്താവിൻ്റെ ആ വിധിയിൽ, കർത്താവിനെ അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ അതിനൊരു ആഡഡ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ആയിട്ടും
പ്രധാനപ്പെട്ട തെളിവായിട്ടും അവർക്ക് എടുക്കാൻ തക്കവണ്ണമാണ് കർത്താവിനോട് അത് ചോദിക്കുന്നതെന്നും, അത് അല്ലാതെ കർത്താവിനെ അംഗീകരിക്കാൻ വേണ്ടിയല്ല, അവരുടെ ദുഷ്ടഹൃദയത്തിൽ അത് അങ്ങനെയാണ് അവർക്ക് ഇതായത്. നമ്മൾ 1 കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്ന പോലെ, അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു എന്ന് നമ്മൾ. ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ അത് അറിഞ്ഞില്ല. അബ്രഹാം പാസ്റ്റർക്ക് സമയം ഇപ്പോഴാണോ? ജയ്തി പാസ്റ്റർ തുറന്നോ? ഞാൻ ശരി 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 ശരി, ഒരു 5 മിനിറ്റും കൂടെ. അപ്പോൾ വെളിപ്പെടുത്തിയതിൻ്റെ റിസൾട്ട് എന്താ? വലിയ കർത്താവെ നീ വെളിപ്പെടുത്തിയിട്ടില്ല, വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ ഞങ്ങൾ എന്തൊക്കെയോ നിന്നെ ചെയ്തേനെ, ഞങ്ങൾ അംഗീകരിച്ചേനെ എന്നുള്ളതല്ല. അത് അവർക്ക് കൂടുതൽ കർത്താവിന് വിരോധമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഉത്തേജകമായി തീരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അവരോട് കർത്താവ് ചോദിക്കുക, അതിന് ഉത്തരമാണ് കർത്താവ് ചോദിക്കുന്നത്. അവിടെ പ്രവർത്തികൾ എന്നുള്ളത് ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. കാരണം അതിന് 25-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ തൊട്ട് തുടങ്ങുകയാണ്. നീ ഞങ്ങൾ വിശ്വസിക്കേണ്ടതിന് വേണ്ടി എന്താ ചെയ്യുന്നത് എന്ന് നീ ക്രിസ്തു എങ്കിൽ സ്പഷ്ടമായി പറക എന്ന് അവനോട് പറഞ്ഞു. ഉത്തരം പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ എനിക്ക് സാക്ഷ്യമാകുന്നു. അപ്പോൾ നിങ്ങളുടെ കണ്ണ് തുറപ്പിക്കാനും നിങ്ങൾക്കിത് മനസ്സിലാകാനും തക്കവണ്ണം ചില പ്രവർത്തികൾ അനുഷ്ഠിക്കാൻ, ചില വാക്കുകൾ, ചില ആത്മീയ സത്യങ്ങൾ പറയുവാൻ ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ആത്യന്തികമായിട്ട് ഒരു മനുഷ്യന് ആത്മീയ കാഴ്ച ലഭിക്കുന്ന ഒരു വലിയ അത്ഭുതത്തിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടുള്ള അത്ഭുതങ്ങളാണ്. എന്നാൽ അത്ഭുതം കാണുന്നതല്ലാതെ നിങ്ങൾ അടയാളമായിട്ട് അതിനെ ഒരിക്കലും എടുത്തിട്ടില്ല. അത് നിങ്ങൾക്ക് ഒട്ടും പ്രയോജനമായിട്ടില്ല. ഒരു അത്ഭുത പ്രവൃത്തി കണ്ടു എന്നുള്ളതല്ലാതെ അത് പ്രയോജനമായിട്ടില്ല എന്നുള്ളത് 25-ാം വാക്യം, അതുപോലെ 32-ാം വാക്യം. 32-ാം വാക്യത്തിൽ, പിതാവിൻ്റെ കൽപ്പനയാൽ ഞാൻ പല പ്രവർത്തികൾ നിങ്ങളെ കാണിച്ചിരിക്കുന്നു, അവയിൽ ഏത് പ്രവൃത്തി നിമിത്തം നിങ്ങൾ എന്നെ കല്ലെറിയുന്നു എന്നും. 38-ാം വാക്യത്തിൽ, നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട, ചെയ്യുന്നു എങ്കിലോ എന്നെ വിശ്വസിക്കാതിരുന്നാലും പിതാവ് എന്നിലും ഞാൻ പിതാവിലും എന്ന് നിങ്ങൾ ഗ്രഹിച്ച് അറിയേണ്ടതിന് പ്രവൃത്തിയെ വിശ്വസിപ്പീൻ. അപ്പൊ കണ്ണുപൊട്ടനായിട്ടുള്ള ഒരുത്തൻ തന്നെ ചോദിക്കുക, ലോകസ്ഥാപനം മുതൽ ഇന്നുവരെ പാപിയായ ഒരു മനുഷ്യൻ വേറൊരുവന്റെ കണ്ണ് തുറന്നത് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ അവന്റെ ശിഷ്യന്മാരാകുവാൻ ആഗ്രഹിക്കുന്നുവോ? കർത്താവ് ചെയ്ത എല്ലാ പ്രവൃത്തികളും യുണീക്കായിരുന്നു. കർത്താവിൻ്റെ വാക്കുകൾ അധികാരത്തോടെ അത്രയും അവൻ സംസാരിച്ചത് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസവും നമ്മൾ ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. നോക്കിയാട്ടെ, അവിടെ ചോദിക്കുക, ഏത് പ്രവൃത്തി നിമിത്തം? ഈ 7 അത്ഭുതങ്ങളല്ല, ലൂക്കോസിലും മർക്കോസിലും മത്തായിലും നമ്മൾ വായിക്കുമ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ച് ടീച്ച് ചെയ്തതുമായിട്ടുള്ള ഉപമകൾ, അതുപോലെ അത്ഭുത പ്രവൃത്തികളും മറ്റു പലതും നമുക്ക് കാണാനായിട്ട് കഴിയും. അവരോട് ചോദിക്കുക, ഇതിലേത് നിമിത്തം നിങ്ങൾ എന്നെ ചെയ്യുന്നു? നോക്കിയാട്ടെ, നമ്മൾ 38-ാം വാക്യത്തിൽ വായിച്ചത്, നിങ്ങൾ എന്നെ വിശ്വസിക്കാതിരുന്നാലും ഇങ്ങനെ ഒരു കാര്യം. ഒത്തിരി പേർക്ക് യേശു ദൈവമാണെന്ന് അറിയണമെങ്കിൽ അവരുടെയൊക്കെ വിചാരം ഇന്ന് രാവിലെ കർത്താവ് ഇങ്ങോട്ട് വന്നിട്ട് ഹിമാലയം എടുത്ത് പസഫിക് സമുദ്രത്തിലോട്ട് അങ്ങ് ഇടണം, അല്ലെങ്കിൽ അതെടുത്തോണ്ട് പോയി വേറെ എങ്ങാനും കൊണ്ട് വെക്കണം, അല്ലെങ്കിൽ ഭയങ്കര അതിശയിപ്പിക്കുന്ന നിലയിലുള്ള ചില കാര്യങ്ങൾ ചെയ്യണം, എന്നാൽ മാത്രമേ അവനെ ക്രിസ്തുവായിട്ട് അല്ലെങ്കിൽ ദൈവമായിട്ട് അംഗീകരിക്കാൻ കഴിയത്തുള്ളൂ, എന്നാലേ അവൻ്റെ ദൈവത്വം ഞങ്ങൾ അംഗീകരിക്കുള്ളൂ എന്നുള്ളൊരു നിലയിലാണ് പലരുടെയും ലോജിക്ക് പോകുന്നത്. അതെന്തൊരു ഇല്ലോജിക്കലായിട്ടുള്ള ഒരു ചിന്തയാണ് എന്ന് ഓർക്കണം. കാരണം ഒരു മനുഷ്യന് അസാധ്യമായ ഏറ്റവും വലിയ പ്രവൃത്തി എന്താ? നമുക്കറിയാം, ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന പല ശാസ്ത്രീയ ഇതൊക്കെ വെച്ചിട്ട് ഒരിക്കൽ അസാധ്യമെന്ന് നമ്മൾ വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ മനുഷ്യൻ ഇന്ന് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ അവന് അസാധ്യമായിട്ടുള്ള ഒരു കാര്യം, അവൻ്റെ ജീവന്റെ മേലുള്ള അവൻ്റെ അധികാരവും എല്ലാം മനുഷ്യനും വിചാരിക്കുന്നത്, ഞാൻ അറിയാത്ത, എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വവുമായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്, എൻ്റെ ഉള്ളിൽ പാപസ്വഭാവമുണ്ട് എന്നുള്ളതാണ് ഏത് മനുഷ്യനും ഏറ്റവും അധികമായിട്ട് ചെയ്യാൻ കഴിയാത്തതായിട്ടുള്ള ഒരു ഏറ്റവും വളരെ പ്രയാസകരമായിട്ട് അവന് ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത കാര്യം. അവനെ തന്നെ രക്ഷിക്കാൻ കഴിയല.
പണ്ടൊരു ജ്ഞാനിയായ ഒരു മനുഷ്യൻ ചോദിച്ചു, ദൈവമുണ്ടെന്നുള്ളതിന് തെളിവെന്താണ്? അതൊരു അറിയപ്പെടുന്ന ഏതോ പുസ്തകത്തിലോ ഏതിലോ ഉള്ളൊരു കൊട്ടേഷനാണ്, ഞാൻ മറന്നുപോയി. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, അത് കണ്ടില്ലേ, ഈ പർവ്വതങ്ങൾ കണ്ടില്ലേ, റോക്കീസ് കണ്ടില്ലേ, ആൽപ്സ് കണ്ടില്ലേ, ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ദൈവം ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പം ആ വ്യക്തി പറഞ്ഞ, അല്ല, ദൈവമുണ്ടെന്നുള്ളതിൻ്റെ തെളിവ് ഇതൊക്കെ ദൈവം സൃഷ്ടിച്ചതാണെങ്കിലും ഞാൻ പാപിയാണ് എന്നുള്ളൊരു വിചാരത്തോടു കൂടി ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് സമാധാനം നൽകുന്നതാണ് ദൈവം ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. എൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ളൊരു ഡോക്ടർ ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതാണ്. അപ്പം അത് എനിക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നി. അന്നു മുതൽ ഞാൻ പല സ്ഥലത്തും അത് പറയാറുണ്ട്. അദ്ദേഹം ഇന്ന് ദുബായിൽ അറിയപ്പെടുന്ന ഒരു 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 ഡോക്ടറാണ്. എന്നാൽ തന്നെ ഞാൻ പറയുക, വളരെ വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു കാര്യമാണ്. ഇതൊന്നുമല്ല ഈ ഭൗതിക പ്രപഞ്ചത്തിൻ്റെ ചില മാറ്റങ്ങളോ അതിൽ ദൈവത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളോ അല്ല ദൈവമുണ്ടെന്നതിൻ്റെ തെളിവ്. ഞാൻ പാപിയാണ്, എന്നെ എനിക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത അനുഭവത്തിൽ നിന്ന് എന്നെ ആർ വിടിവിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യന് സമാധാനം നൽകുന്നു എന്നുള്ളതാണ് ദൈവത്തിന് ചെയ്യാൻ കഴിയുന്ന, ഒരു മനുഷ്യനിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും അത്ഭുതകരമായ പ്രവൃത്തി എന്ന് പറയാൻ കഴിയുമെങ്കിൽ ദൈവം ഈ നമ്മുടെ ജീവിതത്തിലൊക്കെ ഈ ലോകത്തിൽ ആർക്കും ചെയ്യാൻ കഴിയാത്ത അത്ഭുതം ചെയ്തിരിക്കുന്നു. ടോൾസ്റ്റോയും അതുപോലുള്ള വലിയ വിശ്വസാഹിത്യകാരന്മാർ പറഞ്ഞേക്കുന്നത് പോലെ, ഞാൻ എനിക്കെതിരായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, എന്നാൽ എന്നെ വെറുക്കാനും യേശുവിനെ സ്നേഹിക്കാനും അവനെ രക്ഷകനും കർത്താവുമായി എന്നെ തന്നെ പകച്ച് ക്രൂശെടുത്തും കൊണ്ട് അവൻ്റെ പിന്നാലെ അനുഗമിക്കാൻ തക്കവണ്ണം കർത്താവ് നമുക്കിടയാക്കി തീർത്തു. അതാണ് നമ്മുടെ ജീവിതത്തിൽ നടന്ന ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കും. ഏറ്റവും വലിയ അത്ഭുതം, ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം, ദൈവം ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവ്. അയ്യോ, ആണ്ട് ഉളിയും കൊട്ടുപൊടിയും ഒക്കെ പിടിച്ചുകൊണ്ട് ആശാരി പണിക്കാൻ പോകുന്നു, ഇദ്ദേഹമാണോ ഞങ്ങളുടെ ദൈവം? എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ഓരോരോ ഗാനങ്ങളൊക്കെ ഇങ്ങനെ ആലപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഈ ഭാഗമൊക്കെ ചിന്തിച്ചപ്പം ഈ ഗ്രഹാം കെൻഡ്രിക്സ് എഴുതിയേക്കുന്ന ഒരു പാട്ട് എൻ്റെ ഹൃദയത്തിലേക്ക് വരാനിടയായി തീർന്നു. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രം ഹെവൻ യു കെയിം ഹെൽപ്ലെസ് ബേബി. ഇന്നലെ വൈകുന്നേരം ഒരു രാത്രിയിലുള്ള ഇതിന് ഞാൻ ജോഷ് പാസ്റ്ററും കൂടി ഇരിക്കുന്നിടത്ത് ഇത് പാടി. കാരണം ഇതാണോ എൻ്റെ ഒരു നിസ്സഹായനായ ഒരു ശിശുവിനെ പോലെ ഈ ലോകത്തിൽ ജനിച്ച ഇവനാണോ എൻ്റെ രക്ഷകൻ? അവൻ്റെ മഹത്വത്തെ മറച്ചു വെച്ചുകൊണ്ട്, അവൻ്റെ മഹത്വത്തെ ഉപേക്ഷിച്ചെന്നല്ല, വെയിൽഡ് മറച്ചു വെച്ചുകൊണ്ട് ഈ ലോകത്തിൽ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും തന്റെ ജീവനെ മറുവിലയായി കൊടുക്കാനും കടന്നു വന്ന ഈ മശിഹയാണ്. അതിലൂടെയാണ് അവന്റെ ദൈവത്വം വെളിപ്പെടുന്നത്. പാപികൾക്ക് വേണ്ടി മരിച്ച് അനേക നാളുകളായിട്ട് പാപത്തെ ജയിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധീകരിക്കപ്പെടാൻ, നീതീകരിക്കപ്പെടുവാൻ സാധ്യതയില്ലാത്ത മനുഷ്യരാശിയെ മുഴുവൻ ദൈവത്തോട് ഇണക്കിച്ചേർത്ത, ദൈവത്തോട് ഇണച്ച, ദൈവത്തോട് അവളുടെ ബന്ധം പുനഃസ്ഥാപിച്ച, ദൈവത്തിങ്കിലേക്ക് ഏത് വ്യക്തിക്ക് അപ്പച്ചാ പിതാവേ എന്ന് വിളിക്ക് കടന്നു വരാൻ കഴിയുന്ന നിലയിലുള്ള ആ വഴിയെ, ജീവനുള്ള വഴിയെ തുറന്ന ആ ക്രിസ്തുവാണ് എൻ്റെ ദൈവം എന്ന് പറയാനായിട്ട് അവൻ ചെയ്ത ഏറ്റവും വലിയ അത്ഭുത പ്രവൃത്തി അവൻ എൻ്റെ പാപത്തിന് പരിഹാരം ഉണ്ടാക്കി എന്നുള്ളത്. സമാധാനമില്ലാത്ത എനിക്ക് സമാധാനം നൽകി എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ ദൈവപ്രവൃത്തി. കർത്താവ് ഇവിടെ പറയുകയാണ്, നമ്മൾ വിചാരിക്കും ലാസറിനെ ഉയർപ്പിച്ചതാണ് ഏറ്റവും വലിയ കാര്യം. എന്നാൽ കർത്താവ് പിന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, തൻ്റെ സമയമായി എന്ന് അറിഞ്ഞപ്പോൾ തൻ്റെ ജീവനെ ക്രൂശിൽ പാപികൾക്കായി സമർപ്പിക്കുകയും അതിനെ തിരികെ പ്രാപിക്കുകയും മരിച്ചനത്തെ ജയിച്ച് ഉയർത്തുന്നേറ്റ് മഹിമയുടെ വലതുഭാഗത്ത് അവൻ ഇന്നും ജീവിക്കുന്നു എന്നുള്ളതാണ് അവൻ ചെയ്തതായിട്ടുള്ള ഏറ്റവും വലിയ അത്ഭുത പ്രവൃത്തി. തൻ്റെ ആ അത്ഭുതത്തിലൂടെ നമ്മളെ എല്ലാവരെയും ആ അത്ഭുതത്തിൻ്റെ ഭാഗഭാക്കാക്കി തീർത്ത് രൂപാന്തരപ്പെട്ട ജീവിതത്തിന് ഉടമകളാക്കി തീർത്തു എന്നുള്ളതാണ് അവൻ്റെ ദൈവത്വത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ്. നോക്കിയാട്ടെ, അവൻ തൻ്റെ പ്രവർത്തികളെ കുറിച്ച് അവിടെ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്ന് മാത്രമല്ല, ഇവിടെ പറയുകയാണ്, ദൈവദാസൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മൾ 82-ാം സങ്കീർത്തനത്തിലാണെന്ന് തോന്നുന്നു, ദേവന്മാരെ നിങ്ങൾ യഥാർത്ഥമായി നീതി പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ചില റൂളേഴ്സായിട്ടുള്ള, ചില ന്യായാധിപന്മാരായിട്ടുള്ള വ്യക്തികളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അവരെ ദേവന്മാരെ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ പിതാവായ ദൈവം വിശുദ്ധീകരിച്ച് ലോകത്തിലേക്ക് അയച്ച തൻ്റെ പുത്രനെ, പിതാവായ ദൈവം വിശുദ്ധീകരിച്ച് ലോകത്തിലേക്ക് അയച്ച തൻ്റെ പുത്രനെ ദൈവപുത്രൻ എന്ന് പറയുന്നതിൽ നിങ്ങൾ അതിനെയാണോ നിങ്ങൾ ബ്ലാസ്ഫമിയായിട്ട് നിങ്ങൾ കരുതുന്നത്? എത്ര കൃത്യമായ ചോദ്യമാണ് കർത്താവ് ചോദിക്കുന്നത്.
നീ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നു എന്ന് പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിൽ അയച്ചവനോട് നിങ്ങൾ പറയുന്നുവോ? ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നില്ല എങ്കിൽ എന്നെ വിശ്വസിക്കണ്ട. ചെയ്യുന്നു എങ്കിലോ എന്നെ വിശ്വസിക്കാതിരുന്നാലും പിതാവ് എന്നിലും ഞാൻ പിതാവിലും എന്ന് നിങ്ങൾ ഗ്രഹിച്ച് അറിയേണ്ടതിന് പ്രവൃത്തിയെ വിശ്വസിപ്പി. നമുക്കറിയാമല്ലോ, യെശയ്യാ പ്രവചനം 53-ാം അധ്യായവും മശീഹയെക്കുറിച്ചും കാര്യങ്ങളുമൊക്കെ അറിയുന്ന ഒരു വ്യക്തിക്കും ഇത് മറഞ്ഞിരിക്കത്തില്ല. എക്സാക്റ്റ് എന്താണോ പിതാവായ ദൈവം തൻ്റെ ജീവിത മുഖാന്തരം ഈ ലോകത്തിൽ ചെയ്യാൻ കർത്താവ് ആഗ്രഹിച്ചത്, വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തപ്പോൾ അവൻ എന്ത് അനുഷ്ഠിക്കണമെന്ന് പിതാവ് ആഗ്രഹിച്ചു, അത് തന്നെയാണ് കർത്താവ് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നോക്കിയാട്ടെ, പിന്നെയും അവനെ പിടിപ്പാൻ നോക്കി എന്നാണ് അവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തി കഴിഞ്ഞപ്പം അവിടെ നടക്കുന്നതായിട്ടുള്ള കാര്യം പിന്നെയും അവനെ പിടിക്കാൻ നോക്കി എന്നുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് കർത്താവ് തൻ്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തിയെന്ന് പല ഡയമെൻഷനിൽ നമുക്ക് ചിന്തിക്കുമ്പം നമുക്കിത് മനസ്സിലാക്കാം. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഭാഗമാണ് എന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എന്ന് മാത്രമല്ല, അതിനെ തുടർന്നാണ് നമ്മൾ കാണുന്നത്, ഈ ആൾക്കാർ ഒന്നും ഇല്ലാത്ത സ്ഥലത്തുനിന്ന് നേരത്തെ യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ ഉള്ളവരൊക്കെ വിശ്വസിച്ചു. കാരണം യോഹന്നാൻ വലിയ അത്ഭുതങ്ങളൊന്നും ചെയ്തില്ല, എന്നാൽ വലിയൊരു അത്ഭുതത്തിന് യോഹന്നാൻ വഴിയൊരുക്കി. അവരെല്ലാം കർത്താവ്, അയ്യോ, ഇത് ആ യോഹന്നാൻ പറഞ്ഞതുപോലെ തന്നെ ആത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കുന്നവൻ എന്ന് പറഞ്ഞതുപോലെ എന്നേക്കാൾ വലിയവൻ എനിക്ക് പിറകെ വരുന്നുണ്ട്, അവൻ്റെ ചെരുപ്പിനെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, അതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പരിചയപ്പെടുത്തിയെങ്കിൽ എക്സാക്റ്റ് യോഹന്നാൻ പറഞ്ഞ വ്യക്തി തന്നെയാണ് ഈ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറഞ്ഞ് പലരും അവനിൽ വിശ്വസിപ്പാനായിട്ട് ഇടയായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നേരത്തെ ആ കാര്യം ദൈവദാസൻ പറഞ്ഞല്ലോ, ഈ നേരത്തെ ദൈവം തീരുമാനിച്ചു വെച്ച് ചിലരെ പിക്ക് ചെയ്തുകൊണ്ട് പോകാൻ, കൂട്ടത്തിൽ നിന്ന് എടുത്തോണ്ട് പോകാനൊന്നും അല്ല ഈ വാക്യങ്ങളുടെ അർത്ഥം. ആ നിത്യജീവന് വേണ്ടി ആഗ്രഹിച്ച ആരെയും തള്ളിക്കളയാതെ, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല എന്ന് പറഞ്ഞതുപോലെ, ആ നേരത്തെ വായിച്ചാൽ എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നെന്നും അവയ്ക്ക് നിത്യജീവനെ കൊടുക്കുന്നെന്നും എൻ്റെ കരത്തിൽ നിന്ന് അവയെ പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയുകയില്ല എന്നും നമ്മൾ കേട്ടല്ലോ. ആ ഒരു വലിയ അഷ്വറൻസോടുകൂടെ നമുക്ക് ഈ ദിവസങ്ങളിൽ തൻ്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തിയ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു എന്ന് പറഞ്ഞ ആ ദൈവപുത്രനിൽ, ദൈവത്തിൽ തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്നുള്ള നമ്മുടെ വിശ്വാസം. നമ്മുടെ വിശ്വാസത്തിന് നേരെ പല ആക്ഷേപങ്ങളുടെ കൂരമ്പുകളും അനേകരെ തൊടുക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ അചഞ്ചലരായിട്ട് നിലനിൽക്കാനും കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം, ഈ ദൈവപുത്രനെ കുറിച്ചുള്ള സദ്വാർത്ത ലോകത്തിൻ്റെ അറ്റത്തോളവും പ്രസംഗിപ്പാൻ തക്കവണ്ണം, അത് എത്തിച്ചേരാൻ തക്കവണ്ണം നമുക്ക് ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. അതിനായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ.